മുഴുവൻ സഖാക്കളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഒക്ടോബർ 1 സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഓർമ്മദിനമാണ്. ജനതയുടെ ഹൃദയത്തിൽ പതിയുന്ന പോരാളിയുടെ ചുവന്ന പാതകൾ വീരത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, വിപ്ലവത്തിൻ്റെ സ്മാരകമായി നമ്മുടെ മുന്നിൽ ഉദിച്ചുയർന്നു നിൽക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ. കാലം കൊണ്ടുപോയാലും കാലം ജയിക്കാനാവാത്തൊരു നേതാവുണ്ട്. ആ നേതാവിൻ്റെ ചുരുക്കപ്പേരാണ് കോടിയേരി. ജനപോരാട്ടങ്ങളുടെ മിന്നുന്ന കൊടിമരമായിരുന്നു നമുക്കിടയിൽ കോടിയേരി ബാലകൃഷ്ണൻ. അധീനതയ്ക്കെതിരെ പൊരുതിയ മുറിവുകളും ജനവിപ്ലവത്തിൻ്റെ തീയിൽ കരിഞ്ഞ സ്വപ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ രാഷ്ട്രീയത്തിന് അർത്ഥം നൽകിയിരുന്നു എന്നത് വിസ്മരിക്കാൻ കഴിയുന്നതല്ല. കോടിയേരിയുടെ കുടുംബ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മുഴുവൻ സഖാക്കൾക്കും ഒരു ചെറിയ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി അവതരിപ്പിക്കാനാണ് ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിൽ ന്യൂമാഹി ഗ്രാമത്തിൽ പഴയ കോടിയേരി പഞ്ചായത്തിൽ പരേതനായ മൊട്ടേമ്മൽ കുഞ്ഞിക്കുറുപ്പിൻ്റെയും നാരായണിയമ്മയുടെയും ഇളയ മകനായിട്ടാണ് 1953 നവംബർ 16 ബാലകൃഷ്ണൻ ജനിക്കുന്നത്. ലക്ഷ്മി, നളിനി, ജാനകി, സരോജിനി എന്നിങ്ങനെ 4 സഹോദരിമാരാണ്, ജ്യേഷ്ഠ സഹോദരിമാരാണ് സഖാവിനുണ്ടായിരുന്നത്. മൊട്ടുമ്മൽ ബാലകൃഷ്ണൻ എന്നായിരുന്നു ശരിയായ പേര് വെച്ചാലും പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എന്നായി പേര് മാറുകയാണ് ഉണ്ടായത്. BA ബിരുദധാരിയാണ് സഖാവ്. കോടിയേരിയിലെ ജൂനിയർ ബേസിക് സ്കൂൾ, കോടിയേരി ഓണിയൻ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലൊക്കെയാണ് സ്കൂൾ വിദ്യാഭ്യാസം സഖാവ് പൂർത്തിയാക്കിയത്. മാഹി മഹാത്മാഗാന്ധി ഗവൺമെൻറ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദ പഠനവും പൂർത്തിയാക്കി. സ്കൂൾ പഠനകാലത്ത് തന്നെ കോടിയേരി ബാലകൃഷ്ണൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നല്ല രീതിയിൽ സജീവമായിരുന്നു. തലശ്ശേരി ഓണിയൻ ഗവൺമെൻറ് ഹൈസ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് കോടിയേരി ബാലകൃഷ്ണൻ SFIയുടെ പഴയ രൂപമായ KSFൻ്റെ യൂണിറ്റ് സ്കൂളിൽ ആരംഭിക്കുന്നതും അതിൻ്റെ സെക്രട്ടറി ആയി മാറുന്നതും. M ബാലകൃഷ്ണൻ എന്നായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. M എന്നുദ്ദേശിക്കുന്നത് മൊട്ടമ്മൻ എന്ന വീട്ടുപേരാണ്. തലശ്ശേരിയിൽ നടന്ന വിദ്യാർത്ഥി സമ്മേളനത്തിൽ വെച്ച് ഒരു സുഹൃത്ത് സംഘാടക സമിതിയിൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് എഴുതി നൽകിയതിനെ തുടർന്നാണ് പിന്നീട് ആ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. 1970 മാർക്സിസ്റ്റ് പാർട്ടി അംഗമായ കോടിയേരി ബാലകൃഷ്ണനെ ഈങ്ങയിൽ പീടിക ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നു. മാഹിയിൽ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഇക്കാലത്ത് തന്നെയാണ് മാഹി മഹാത്മാഗാന്ധി ഗവൺമെൻറ് കോളേജിൽ യൂണിയൻ ചെയർമാനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. KSFൻ്റെ നേതൃനിരയിലേക്ക് ഉയർന്ന കോടിയേരി 1970 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന SFIയുടെ രൂപീകരണ സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ട്. 1973 അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോടിയേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി മാറി. അതേ വർഷം തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 1979 വരെ അദ്ദേഹം ആ പദവിയിലൊക്കെ തുടർന്നു. സഖാവ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലയളവിലായിരുന്നു ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. അടിയന്തരാവസ്ഥ കാലത്ത് മിസ തടവുകാരനായി
16 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം. SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1980 മുതൽ 1982 വരെ യുവജന പ്രസ്ഥാനമായ DYFIയുടെ കണ്ണൂരിലെ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1982 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭാംഗമായ കൊടിയേരി 82 മുതൽ 87 വരെ കർഷക സംഘത്തിൻ്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്ന് വിജയിച്ച് വീണ്ടും നിയമസഭയിലെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. 1988 ആലപ്പുഴയിൽ വെച്ച് നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായി. 1990 മുതൽ 95 വരെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 95 കൊല്ലത്ത് വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലൂടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയ കോടിയേരി ബാലകൃഷ്ണൻ 2002 ഹൈദരാബാദിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. ഒരു ഇടവേളയ്ക്ക് ശേഷം 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്ന് നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കോടിയേരി 2006, 2011 വർഷങ്ങളിലും നിയമസഭാംഗമായി പ്രവർത്തിച്ചു. 2001 11ാം കേരള നിയമസഭയിൽ ആദ്യമായി പ്രതിപക്ഷ ഉപനേതാവായി ചുമതലയേറ്റു. 2006 മുതൽ 2011 വരെ VS അച്യുതാനന്ദൻ സർക്കാരിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായും 2011 മുതൽ 2016 വരെ നിലവിലുള്ള 13ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2008 കോയമ്പത്തൂരിൽ വെച്ച് നടന്ന 19ാം പാർട്ടി കോൺഗ്രസിലാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 2015 ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ ആദ്യമായി CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയായി. 2018 തൃശ്ശൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലും കോടിയേരി ബാലകൃഷ്ണൻ തന്നെ വീണ്ടും സെക്രട്ടറിയായി തുടർന്നു. ചികിത്സയ്ക്ക് വേണ്ടി 2020 പാർട്ടിയിൽ നിന്ന് അവധിയെടുത്ത് തിരിച്ചെത്തിയ ശേഷം 22 മാർച്ചിൽ എറണാകുളത്ത് വെച്ച് നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ തുടർച്ചയായി 3ാം തവണയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സ്നേഹത്തോടെ ചിരിക്കുകയും തമാശ പറയുകയും സൗമ്യമായി ഇടപഴകുകയും ചെയ്ത കോടിയേരി ഏറ്റവും നിർണായകമായ കാലഘട്ടങ്ങളിലൊക്കെ CPMനെ മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്. ആദ്യവും അവസാനവും പാർട്ടിയായിരുന്നു കോടിയേരിക്കെല്ലാം. കോടിയേരി അടിമുടി രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എന്നുള്ളത്. പുരോഗമനപരവും മുതലാളിത്ത വിരുദ്ധവും വിപ്ലവകരവുമായ പാർട്ടിയുടെ പാരമ്പര്യത്തെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ കോടിയേരി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. വർഗ ചൂഷണത്തിൽ നിന്നും സാമൂഹികമായ അടിച്ചമർത്തലിൽ നിന്നും സമൂഹത്തെ മുക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾക്ക് അദ്ദേഹം മുന്നിൽ നിന്നും നയിച്ചിട്ടുണ്ട്, നേതൃത്വം നൽകിയിട്ടുണ്ട്. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ കോടിയേരിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിഭാഗീയതയെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും. പാർട്ടിയെ കാലോചിതമായി നയിക്കുന്നതിന് സാധിച്ചു എന്നത് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന കോടിയേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി എന്നതിലുപരിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്താൻ കോടിയേരി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടിയോട് വേദനകളും പരാതികളും പങ്കുവയ്ക്കാൻ എത്തുന്നവരെ സെക്രട്ടറി എന്ന നിലയിൽ കോടിയേരി നല്ല രീതിയിൽ പരിഗണിച്ചതായിട്ടാണ് നമുക്കെല്ലാം അറിവുള്ളത്. അവരെ കേൾക്കാനും ആശ്വസിപ്പിക്കാനും അദ്ദേഹം തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ യാത്രകൾക്കിടയിലെങ്കിലും അവിടങ്ങളിലേക്ക് എത്തുവാൻ അദ്ദേഹം നന്നായിട്ട് ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട്. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം എന്നതിൻ്റെ ദൃഷ്ടാന്തമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണൻ
ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനൊന്നും ആയിരുന്നില്ല. സമാനതകളില്ലാത്ത സംഘടനാ വൈഭവമായിരുന്നു കോടിയേരിയുടെ മുതൽക്കൂട്ട്. ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കോടിയേരി എന്ന പ്രായോഗിക മതിക്ക് സാധിക്കാറുണ്ട്. പ്രായോഗിക രാഷ്ട്രീയം മാർക്സിസ്റ്റ് ദർശനത്തിലൂന്നി നടപ്പിലാക്കുന്ന രീതിയാണ് സഖാവിനെ വ്യത്യസ്തനും ജനകീയനുമാക്കിയത്. അതിനാലാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും കോടിയേരിയുടെ ജനപക്ഷ മുഖത്തെ അംഗീകരിക്കാൻ നിർബന്ധിതമായത്. ആളുകളെ അകറ്റലല്ല, അടുപ്പിക്കലാണ് തൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു കോടിയേരി. രാഷ്ട്രീയമായ വിയോജിപ്പുള്ള ആരോടും വ്യക്തിപരമായ വൈരാഗ്യം സൂക്ഷിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഒട്ടുമേയില്ലായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് സ്വേച്ഛാധിപത്യവും തീവ്രമായ പോലീസ് അടിച്ചമർത്തലൊക്കെ RSS പോലുള്ള പിന്തിരിപ്പൻ ശക്തികളുടെ തുടർന്നുള്ള ആക്രമണങ്ങളും എല്ലാ തരത്തിലുള്ള നരനായാട്ടുകളുണ്ടായിട്ടും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ വിമോചനത്തിനായി കേരള സമൂഹത്തെ മാതൃകാപരമായി കെട്ടിപ്പടുക്കുന്നതിനുമായും പാർട്ടി തെളിച്ച പ്രക്ഷോഭത്തിന്റെ പാതയിലൂടെ കൂടുതൽ ധീരതയോടെ മുന്നോട്ട് പോവുകയാണ് സഖാവ് ചെയ്തത്. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം സഖാവ് നടത്തിയ പ്രവർത്തനങ്ങൾ ജില്ലയിൽ പാർട്ടിയുടെ വേരുകൾ കൂടുതൽ കരുത്തുറ്റുള്ളതാക്കിയിട്ടുണ്ട്. തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലെത്തിയ കോടിയേരി ആദ്യം സെക്രട്ടേറിയറ്റ് അംഗമായും പിന്നീട് സംസ്ഥാന സെക്രട്ടറിയായും ചുമതല വഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വർഗീയ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അതിനെതിരെ ഏറ്റവും ശക്തവും ഫലപ്രദവുമായ പ്രതിരോധമുയർത്തിയ കോടിയേരിയുടെ രാഷ്ട്രീയ ജീവിതം നമുക്ക് പ്രചോദനം പകരേണ്ട ഒരു കാലഘട്ടമാണ്. തലശ്ശേരി കലാപകാലത്ത് മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ സ്വജീവൻ വകവയ്ക്കാതെ മുന്നിട്ടിറങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. സംഘടനാ തലത്തിലായാലും നിയമസഭയിലായാലും മന്ത്രി എന്ന നിലയിൽ ഭരണ നേതൃത്വത്തിലായാലും മികച്ച രീതിയിൽ ഇടപെടാനും അംഗീകാരം പിടിച്ചുപറ്റാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിലായി ശ്രദ്ധേയനായ പാർലമെന്റേറിയൻ എന്ന വ്യക്തിത്വം കോടിയേരി ബാലകൃഷ്ണൻ നേടിയെടുത്തു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭാവേദിയിൽ അവതരിപ്പിക്കുന്നതിലും അവയ്ക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് സർക്കാരുകളെ നിർബന്ധിക്കുന്നതിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ സഭാവേദിയിൽ ഉയർത്തുന്നതിലും പ്രസംഗത്തിലൂടെയും ഇടപെടലുകളിലൂടെയും സൃഷ്ടിക്കുന്ന ചിന്തയുടെ തെളിമ കൊണ്ട് എന്തിനും പരിഹാരം കണ്ടെത്തുന്നതിലും മാതൃകയായിട്ടുണ്ട് സഖാവ്. ആഭ്യന്തര വകുപ്പിൽ മാത്രമല്ല, ഒപ്പം ഉണ്ടായിരുന്ന ടൂറിസം വകുപ്പിലടക്കം ഊർജ്ജസ്വലങ്ങളായ ചലനങ്ങൾ ഉണർത്തുന്നതിനായി കോടിയേരിയുടെ ഭരണകാലം സാധിച്ചിട്ടുണ്ട്. മികവുറ്റ ഭരണാധികാരി എന്ന വിശേഷണം ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ സഖാവിന് കേരള ജനത നൽകി. പാർട്ടി അനേകം വെല്ലുവിളികളും പ്രശ്നങ്ങളും നേരിടുന്ന ഘട്ടത്തിലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, സെക്രട്ടറി എന്ന നിലകളിലൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ പ്രവർത്തിച്ചത്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ശാന്തമായി ഇടപെടാനും പരിഹാരം കണ്ടെത്താനും അസാമാന്യമായ ശേഷിയാണ് സഖാവ് പ്രകടിപ്പിച്ചത്. പാർട്ടി ശത്രുക്കളോട് കർക്കശമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പൊതുവായ കാര്യങ്ങളിൽ സംയമനത്തോടെ സൗമനസ്യത്തോടെ ഇടപെടുന്ന ശീലം സഖാവിനെന്നും ഉണ്ടായിരുന്നു. എല്ലാവരോടും സൗഹാർദ്ദപൂർവ്വം സ്നേഹത്തോടെയും പെരുമാറിക്കൊണ്ട് തന്നെ പാർട്ടിയുടെ നിലപാടിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതിരിക്കാൻ അദ്ദേഹം നിർബന്ധ ബുദ്ധി കാണിച്ചുകൊണ്ടേയിരുന്നു. ബൗദ്ധികമായി സ്വയം പുതുക്കാൻ സന്നദ്ധത കാണിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റായിരുന്നു കോടിയേരി. പുതിയ അറിവുകൾ നേടാനും അവയെ പാർട്ടി പരിപാടിക്കും മാർക്സിസ്റ്റ് ദാർശനികതയ്ക്കും അനുസൃതമായി വിലയിരുത്താനും ഉൾക്കൊള്ളാനും കോടിയേരി ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. മാറിയ സാഹചര്യങ്ങളിൽ കേരളത്തിൽ പാർട്ടിയുടെ ശക്തി ചോരാതെ കാക്കാൻ സഖാവിൻ്റെ ഈ ഗുണം സഹായകമായിരുന്നു. പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് തന്നെ സ്വയം നവീകരിക്കാനുള്ള കോടിയേരിയുടെ കഴിവ് സഖാക്കൾ നമ്മളേവരും മാതൃകയാക്കേണ്ടതാണ് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. സഖാവ് കോടിയേരി നടന്നു തീർത്ത ജീവിത വഴികൾ ത്യാഗത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പാർട്ടി കൂറിൻ്റെയും വലിയ മാതൃകകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നാണ് സഖാവ് വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത്. എണ്ണമറ്റ പോരാട്ടങ്ങൾ,
അറസ്റ്റുകൾ, ലോക്കപ്പ് മർദ്ദനങ്ങൾ, തടവറവാസങ്ങൾ തുടങ്ങിയവയാൽ സംഭവബഹുലമായിരുന്നു ആ ജീവിതം. തൻ്റെ ജീവിതം തന്നെ പാർട്ടിക്കായി അർപ്പിച്ച മഹാന്മാരായ വിപ്ലവകാരികൾക്കിടയിലാണ് സഖാവിൻ്റെ സ്ഥാനം നമ്മളൊക്കെ കൊടുക്കുന്നത്. അചഞ്ചലമായ പാർട്ടിക്കൂറ്, അനന്യമായ സംഘാടന മികവ്, പാർട്ടി കേഡർ സംവിധാനത്തെ ചലിപ്പിക്കാനുള്ള മിടുക്ക് തുടങ്ങി കൊടിയേരിയിൽ നിന്ന് പഠിക്കാനേറെയുണ്ട് നമ്മളെല്ലാവർക്കും. പാർട്ടി നിരന്തരമായ വേട്ടയ്ക്ക് വിധേയമായ സമയത്തെല്ലാം മുന്നിൽ നിന്ന് പ്രതിരോധിച്ചവരിൽ ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. അതുല്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്ക് ഇന്ന് 3 വയസ്സാണ്. ചരിത്രത്തിലേക്ക് വിടവാങ്ങിയെങ്കിലും ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുകയാണ് പ്രിയ നേതാവായ കോടിയേരി. വിപ്ലവകാരിക്ക് മരണമില്ലെന്ന കോടിയേരിയുടെ തന്നെ വാക്കുകൾ കേരളം അനുഭവിച്ചെറിഞ്ഞ 3 വർഷങ്ങളാണ് കടന്നുപോയത്. കഴിഞ്ഞ 3 വർഷവും രാഷ്ട്രീയ കേരളം കോടിയേരിയെ ഓർക്കാതെ ഒരു ദിനം പോലും കടന്നുപോയിട്ടുണ്ടാവില്ല. മനസ്സ് തൊടുന്ന പുഞ്ചിരിയുമായി ആ സൗമ്യ സാന്നിധ്യം ജനകോടികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തരമായിരുന്നു കോടിയേരി എന്ന 4 അക്ഷരം. കരുത്തുറ്റ വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനമായി ഈ പാർട്ടിയെ വളർത്തുന്നതിൽ സഖാവ് കോടിയേരി വഹിച്ച പങ്ക് ചെറുതല്ല. മഹത്തായ ആ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും മുന്നോട്ടു പോകാൻ നമുക്കേവർക്കും സാധിക്കണം. കോടിയേരി ഒരു നാമമല്ല, ചുവന്ന പതാകയുടെ അടിത്തറയിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസമാണ്. മണ്ണിൻ്റെ മണം ഉൾക്കൊണ്ട ലളിതത്വവും ജനങ്ങളുടെ ഹൃദയത്തിൽ വിതച്ച വിശ്വാസത്തിൻ്റെ വിത്തും. സമരങ്ങളിൽ വിളിച്ചുണർത്തിയ മുദ്രാവാക്യങ്ങൾ ഇന്നും തെരുവുകളിലൂടെ മുഴങ്ങുന്നു. പുതിയ തലമുറയുടെ കണ്ണുകളിൽ അദ്ദേഹത്തിൻ്റെ നേതൃഗാഥകൾ വിളക്കായി തീരുന്നു. അധികാരത്തിൻ്റെ മതമില്ലാത്ത ജനങ്ങളുടെ വേദനയാണ് അദ്ദേഹത്തിൻ്റെ ശ്വാസമായിരുന്നത്. പാർട്ടി, പ്രസ്ഥാനം, പോരാട്ടം, ഇതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിത കവിത. സഖാക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പോയാലും അദ്ദേഹം എഴുതിയ വഴികൾ ഇന്നും തെളിഞ്ഞുകൊണ്ടേ കിടക്കുന്നു. അദ്ദേഹം ഉറപ്പിച്ച ആശയങ്ങൾ ഇന്നും ജ്വലിക്കുന്നു. കോടിയേരി ഇന്നും ജീവിക്കുന്നു. ഓരോ ചുവന്ന പതാകയുടെ വീശലിലും ഓരോ സമരഗാനത്തിൻ്റെ സ്വരത്തിലും.